പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഷാലോം ടിവിയിലൂടെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പുതിയ ശുശ്രൂഷയെ ഈശോ വലിയൊരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും ഈശോ ഇങ്ങനെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വചനത്തിലൂടെ, ശുശ്രൂഷകളിലൂടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ഈശോയുടെ ഒരു സാന്നിധ്യവും ഈശോയുടെ പ്രസൻസ്, ഈശോ നമ്മുടെ കൂടെയാണെന്നുള്ള ബോധ്യമൊക്കെ ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസവും ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഈശോയുടെ വലിയൊരു അനുഗ്രഹത്തിലാണ് നമ്മൾ ഇന്ന് ഈശോയുടെ അനുവാദത്തോടെ, ഈശോയുടെ അനുഗ്രഹത്തോടെ പുതിയൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുക. കർത്താവിൻ്റെ വചനം നമ്മൾ ഇത്രയും കാലം കേട്ട, ഒരുപാട് തവണ കർത്താവിൻ്റെ സ്വരം നമ്മൾ തിരിച്ചറിഞ്ഞ നമ്മുടെ ഈ ഒരു മിഷനിലൂടെ, ഈ ഒരു മിനിസ്ട്രിയിലൂടെ, ഷാലോം ടി വിയിലൂടെ നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം ഒരിക്കൽ കൂടി ഉറയ്ക്കാൻ, ഈശോയെ ഒന്നുകൂടെ മുറുകെ പിടിക്കാൻ, ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരിക്കൽ കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതം ഒരു കുഞ്ഞു ജീവിതം, ഈ ഭൂമിയിൽ കുഞ്ഞൊരു ജീവിതമാണ്. ഈശോയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹവും എത്രയോ ആനന്ദവും ആഹ്ലാദവും ഉള്ളൊരു ജീവിതമാണ്. അപ്പം അതിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈശോയെ അറിയുക, ഈശോയെ സ്നേഹിക്കുക, ഈശോയിൽ വിശ്വസിക്കുക, ഈശോയെ മുറുകെ പിടിക്കുക. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുക. കുറച്ചധികം എപ്പിസോഡുകളിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും കുറച്ച് ബോധ്യങ്ങളൊക്കെ നമ്മിലേക്ക് നിറഞ്ഞു നിന്ന് നമ്മൾ ഈശോയെ കൂടുതൽ അടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുകയാണ്. നമ്മൾ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വരുന്ന എപ്പിസോഡുകളൊക്കെ, വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു എപ്പിസോഡ് പോലും മിസ്സാവാതെ പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ഒരു വലിയ ശുശ്രൂഷയുടെ ഭാഗമാകണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് ഇതൊരു വലിയ അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ കയ്യിലുള്ളവർ, അടുത്തുള്ളവർ ബൈബിളൊന്ന് എടുക്കുക. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ എപ്പിസോഡുകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു നോട്ട് ബുക്കും പേനയും ബൈബിളും ഒക്കെ ഒന്ന് അടുത്ത് വെക്കുന്നത് ഒത്തിരി നല്ലത്. നിങ്ങൾക്ക് ഇത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഈശോയുള്ള വിശ്വാസം ഉറപ്പിക്കാനും ഒക്കെ ഇത് സഹായിക്കും. സങ്കീർത്തനം 57, ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ എന്ന് പറഞ്ഞുള്ള സുന്ദരമായൊരു സങ്കീർത്തനമാണ്. 57-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം നല്ലൊരു പ്രാർത്ഥനയാണത്. ആ വചനം നമ്മളിങ്ങനെ വായിക്കുക: ദൈവമേ, അങ്ങ് ആകാശത്തിന്റെ മേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അതൊരു പ്രാർത്ഥന മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വിശ്വാസം കൂടിയാണ്. എൻ്റെ കർത്താവിൻ്റെ, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ മുറുകെ പിടിക്കുന്ന എൻ്റെ ഈശോയുടെ മഹത്വം ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യായിരിക്കും, അല്ലെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളിലായിരിക്കും, നിങ്ങളൊരു മുറിയിൽ ഒരു സെൻട്രൽ ഹാളിലായിരിക്കും, ഒരുപക്ഷെ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും കർത്താവിൻ്റെ മഹത്വമുണ്ട്. ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ ഹോസ്റ്റൽ മുറികളിൽ, നിങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ ഈശോയുടെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മഹത്വം നമ്മളൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ഒരു ദിവസം തന്നെ എന്തോ ഒരു അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തരുന്നത്, പ്രതികൂലമായത് അനുകൂലമായതൊക്കെ ഉണ്ട്. ഏതൊരു സാഹചര്യത്തിലും ഈശോയുടെ പ്രസൻസ്, ഈശോയുടെ ഗ്ലോറി, ഈശോയുടെ മഹത്വം തിരിച്ചറിഞ്ഞാൽ ഏറെ പ്രധാനമായിട്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ, നിത്യരക്ഷയെ നിത്യജീവനെയൊക്കെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന സകല സഹനങ്ങളെയും ധൈര്യത്തോടെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം വചനം നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. പൗലോസിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പട്ടിണിയോ, ദുഃഖമോ, ദാരിദ്ര്യമോ, വാളോ, പീഡനങ്ങളോ, സഹനങ്ങളോ, എന്ത് തന്നെ ആവട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യമൊക്കെ ആയിട്ട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്കുണ്ടാവുന്ന കടമോ, രോഗമോ, വേദനയോ, തെറ്റിദ്ധാരണയോ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഈ ഒരു ദിവസം പോലും അനുഭവിച്ച സഹനങ്ങളോ, ഈശോയുടെ സ്നേഹത്തിൽ നമ്മളെ എന്ത് അകറ്റും എന്ന് പൗലോസിലേക്ക് ചോദിക്കുകയാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്ത് വയ്ക്കുക, നമ്മുടെ എല്ലാം ഈ കുഞ്ഞു ജീവിതത്തിൽ ഒരുപക്ഷെ ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ, ഈശോയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീഷ്ണത, ഈശോയോട് പണ്ടുണ്ടായിരുന്ന ഒരു സ്നേഹമൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടാകാം, നഷ്ടപ്പെട്ടു പോയേക്കാം. പലരും ഇങ്ങനെ പറയാറില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം ഈശോയോട് പറഞ്ഞുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇങ്ങനെ ഒരു സഹനം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈശോ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് ഈശോ ഇത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാതിരുന്നത്? അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ വിശ്വാസം ഇല്ല. ചിലപ്പോൾ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളെ നല്ലത് പഠിപ്പിച്ചു തന്ന ആളുകൾ കാണിച്ച ദുർമാതൃക കണ്ടിട്ടായിരിക്കാം,
ചിലപ്പോൾ വിരോധാഭാസങ്ങൾ കണ്ടിട്ടായിരിക്കാം, കോൺട്രഡിക്ഷനുള്ള ടീച്ചിങ്സ് കണ്ടിട്ടായിരിക്കാം. ഇതിലേതാണ് കറക്റ്റ്, ഈശോയിലുള്ള വിശ്വാസം പോലും കൺഫ്യൂഷൻ ആവുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പല പ്രായത്തിലുള്ളവരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം ഈ ഒരു കൺഫ്യൂഷൻസ് വരാം. അപ്പം അവിടെ നമുക്ക് ഉറപ്പിക്കണം, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റണം. എന്ത് പ്രതികൂലം വന്നാലും ഈ സ്നേഹം, ഈ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ ഒരൊറ്റ ആഗ്രഹത്തിൽ, ഈ ഒരൊറ്റ പ്രചോദനത്തിൽ, ഈ ഒരു പ്രേരണയിലാണ് നമ്മൾ ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ വരട്ടെ, നല്ലത് വന്നാലും ചീത്ത വന്നാലും അവിടെയെല്ലാം എനിക്ക് ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്യണം, എനിക്ക് ഈശോയെ മനസ്സിലാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണയിൽ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായമാണ്. നമ്മുടെ ഈ ഒരു ഫുൾ സീരീസിന് ഒത്തിരി അധികം എപ്പിസോഡുകൾ ഈശോ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈശോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡുകൾ ഈശോ ഒരുക്കും. അപ്പം നിങ്ങൾ ഒന്നുപോലും മിസ്സാക്കാതെ കാണണം. പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണ ഇതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വായനയാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായം, ഈശോയുടെ തിരുവുദ്ധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള നമുക്കറിയാം. നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈശോ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വളരെ സ്നേഹത്തോടുകൂടി. ഈശോ അത്രയും കാലം ആ ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു 3 വർഷത്തെ പരസ്യ ജീവിത കാലത്തൊക്കെ ഈ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ചിലതൊക്കെ അവർക്ക് പിടികിട്ടി, ചിലതൊക്കെ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായി, ചിലതൊക്കെ അവർ വിശ്വസിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, ചിലരൊക്കെ വിശ്വസിച്ചു, ചിലർ ഇട്ടേച്ചു പോയി, ചിലർ ചതിച്ചു. പക്ഷേ ഈശോ ഈ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന് മറ്റൊരു കാര്യം അവർക്കൊരു ബോധ്യം കൊടുക്കുകയാണ്. ഒരു പുതിയ ടീച്ചിങ് അല്ല, ഒരു വെളിപ്പെടുത്തൽ ഈശോ അവരുടെ മുമ്പിൽ നടത്തുകയാണ്. നിങ്ങൾ സമയമെടുത്തിട്ട് ഇപ്പം ഈ നമ്മുടെ ഒരു എപ്പിസോഡ് കഴിഞ്ഞാലും സമയമെടുത്ത് ഈ ദിവസങ്ങളൊക്കെ ഈ ഒരു അധ്യായം വായിക്കാൻ നല്ലതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായം, അതിന്റെ തുടക്കം, അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈശോ പലതവണയായിട്ട് ഇങ്ങനെ ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെ വെളിപ്പെടുത്തുന്നത് ഉദ്ധാനത്തിന് ശേഷം. ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ കാണണേ, 21-ാമത്തെ അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: ഇതിനുശേഷം ഈശോ തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. ഈശോ തൻ്റെ കൂട്ടുകാരുടെ കൂടെ, പ്രിയപ്പെട്ട ഈ ശിഷ്യന്മാരുടെ കൂടെ ഒത്തിരി അധികം സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് തിബേരിയസ് കടൽ തീരം, തിബേരിയസിന്റെ തീരങ്ങൾ. ഈശോ തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെയൊക്കെ വിളിക്കുന്നത് ഈ തീരങ്ങളിൽ വെച്ചൊക്കെയാണ്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് അവരെ വീണ്ടും ഈശോ ഒരു വിളി നടക്കുകയാണ്, വീണ്ടും ഒരു വെളിപ്പെടുത്തൽ നടക്കുകയാണ്. അവരുടെ ജീവിത സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അവരുടെ ഇല്ലായ്മകളിൽ, ഇല്ലായ്മ എന്ന് വെച്ചാൽ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല, അവരുടെ സന്തോഷമില്ലായ്മയെക്കുറിച്ചല്ല, അവർക്കിപ്പം മിസ്സാവുന്നത് ശരിക്കും ഈശോയെ തന്നെയാണ്. 3 വർഷം കൂടെ നടന്ന ഈശോ മരണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, അടക്കപ്പെടുന്നു. ഈശോ ഉദ്ധാനം ചെയ്ത് അവരുടെ മുമ്പിൽ ഇങ്ങനെ പലതവണയായിട്ട് തൻ്റെ അപ്പിയറൻസ്, തൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോഴും അവർക്ക് ശരിക്കും ഈശോയുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് പഴയതുപോലെ കിട്ടുന്നില്ല. നമുക്കിത് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. കൂടെ നടന്ന ഈശോ, അപ്പം വാഴ്ത്തി കൊടുത്ത ഈശോ, അവരോട് കഥകൾ പറഞ്ഞു കൊടുത്ത, ഉപമകൾ പറഞ്ഞു കൊടുത്ത, അവരോട് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത, അവരുടെ ഇടയിൽ നടന്ന് പ്രവർത്തിച്ച അവരുടെ ആ ഒരു ഡിവൈൻ പ്രസൻസ്, ഈശോയുടെ ആ ഒരു പ്രസൻസ് അവർക്ക് ഒത്തിരി അധികമായിട്ട് മിസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഈശോ വരുന്നു, സമാധാനം കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാമെന്ന് പറയുന്നു, പോകുന്നു, തോട്ടത്തിൽ വെച്ച് മഗ്ദല മറിയത്തോട് സംസാരിക്കുന്നു. പക്ഷെ പഴയതുപോലത്തെ ആ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് പത്രോസും മറ്റ് ശിഷ്യന്മാരും ഒക്കെ, അവരുടെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടില്ലേ, തോമസ് ലിഹായും മറ്റ് ശിഷ്യന്മാരും എല്ലാവരും കൂടെ അവരൊരു തീരുമാനം എടുക്കുകയാണ്. പത്രോസിന്റെ നേതൃത്വത്തിൽ നമുക്ക് മീൻ പിടിക്കാൻ പോകാം അല്ലേ, നമ്മൾ ഒത്തിരി വായിച്ചും ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമാണത്. അവർ തീരുമാനിക്കുകയാണ് അവർക്ക് ഇനി കടലിലേക്ക് തന്നെ തിരിച്ചു പോകാം. കാരണം അവരെ ഈ കടലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന, അവരെ മീൻപിടുത്തത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കാൻ വേണ്ടി വിളിച്ച ഈശോയുടെ ആ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ദേ ഡിസൈഡ് ടു ഗോ ബാക്ക്. അവർ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമ്മളിത് നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ചേർത്ത് ചിന്തിക്കണം. ഈശോയിൽ നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശുശ്രൂഷയിലൂടെയൊക്കെ, നമ്മുടെ വചനവായനയിലൂടെ, പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ ഈശോയിൽ വിശ്വസിക്കാൻ പരിശ്രമിക്കുന്നു. ഒത്തിരി പഠിത്തമല്ല, ഒരു അക്കാഡമിക് ആയ ഒരു കാര്യമല്ല. നമുക്ക് ഈശോയിൽ വിശ്വസിക്കാൻ പറ്റണം. എവിടെ? പ്രത്യേകിച്ച് നമ്മുടെ ഇല്ലായ്മകളിൽ. ഹി ഹാസ് നോട്ട് ലെഫ്റ്റ് മീ. എൻ്റെ ഇല്ലായ്മകളിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ഈ വറുതിയിൽ ഈശോ എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല. അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ വിശ്വാസം വളരണം. നമുക്ക് കാറ്റഗിസമത്തെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ അത് മുഴുവനും ചിലപ്പോൾ നമുക്ക് വായിച്ച് പഠിക്കാൻ പറ്റുമായിരിക്കാം. അതിലെ കൊട്ടേഷൻസ് എടുത്ത് നമുക്ക് പറയാൻ പറ്റുമായിരിക്കാം. വിശ്വാസ പ്രമാണത്തിന്റെ ആ ഓരോ പ്രമാണങ്ങളും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ടാകാം. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, സാഹചര്യങ്ങളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ ഈ മീൻ കിട്ടാതെ പോകുമ്പോൾ, നമുക്ക് വറുതികളുടെ ദിവസങ്ങൾ നീണ്ടു നിൽക്കും, നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സന്തോഷം നമുക്കൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റാത്ത ജീവിത സാഹചര്യങ്ങളിൽ, കർത്താവെ, ആർ യു റിയലി ദെയർ? നീ ശരിക്കും ഇവിടെ ഉണ്ടോ എന്ന് പോലും നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിച്ചു പോകുന്ന സമയങ്ങളിൽ ആ കടൽ തീരങ്ങളിൽ വെച്ച് നമുക്ക് ഈശോയെ കണ്ടുമുട്ടണം.
എന്നെ ഇട്ടേച്ച് പോയിട്ടില്ല, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലേക്ക് വളരണമെങ്കിൽ ഈ ഇല്ലായ്മകളിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ ഈ കൂട്ടുകാർ, ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. ഒരു കടൽ തീരം, അവർക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരു കടൽ. ആ രാത്രി മുഴുവൻ അവർ വലയിറക്കുന്നു, അധ്വാനിക്കുന്നു, കിട്ടുന്നില്ല. ബാക്കി സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഈശോ കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ സങ്കടങ്ങളിലൊക്കെ ഈശോ ആദ്യം വന്ന് ഒരു ലോട്ടറി തരുകയോ, ഒരു പുത്തൻ വീട് പണിത് തരികയോ, പെട്ടെന്നൊരു ദിവസം ഒരു അത്ഭുതം സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കുകയല്ല ചെയ്യുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നു, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഇല്ലായ്മകളിൽ, സങ്കടങ്ങളിൽ, നമ്മുടെ കണ്ണുനീരുകളുടെ രാവുകളിൽ, പകലുകളിൽ ഈശോ ആദ്യം വന്ന് ചെയ്യുന്നത് ഹി സ്പീക്സ്. അവൻ സംസാരിക്കുകയാണ്. എത്രയോ സ്നേഹത്തോടെയുള്ള സംസാരമാണ്. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അതായത് നമ്മുടെ സാഹചര്യം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. കയ്യിലൊന്നും ഇല്ലാന്ന്, ഇപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോയി നിൽക്കുകയായിരിക്കാം, അവസാനത്തെ പ്രതീക്ഷയായ കച്ചിത്തുരുമ്പും കയ്യിൽ നിന്ന് വഴുതിപ്പോയി നിൽക്കുകയായിരിക്കാം. ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഈശോ കളിയാക്കുകയല്ല. നമ്മുടെ ഇല്ലായ്മയുണ്ട്, നമ്മുടെ വേദന കണ്ടിട്ട് ഇനിയൊന്നും ഇല്ലെന്ന് ചോദിക്കുകയല്ല. ഈശോ ആദ്യം വിളിക്കുന്നതാണ് കുഞ്ഞുമക്കളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളിലും, സങ്കടങ്ങളിലും, വേദനകളിലും ഈ കടലിൽ നമ്മൾ കടന്ന് അധ്വാനിക്കുമ്പോൾ, ഈ ബിസിനസ്, ഈ ജോലി, ഈ പഠിത്തം, ശുശ്രൂഷ, ഇതിലൊക്കെ നമ്മൾ രാവും പകലും ഒക്കെ വ്യയം ചെയ്യുമ്പോൾ ഒടുക്കം ഒന്നും കിട്ടാതെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ശൂന്യമായ കീശയും നിരാശ പിടിച്ചൊരു മനസ്സുമായിട്ട് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ, ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി പലതരം വഴികളിലേക്ക്, പല ഇരുട്ടുകളിലേക്കൊക്കെ നമ്മൾ തപ്പിത്തടഞ്ഞ് അവിടെ പോയി വീഴുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട സ്വരം ഇതാണ്. ഈ അടുത്ത് നിന്ന്, ഈ ഇല്ല എന്ന് ഞാൻ പറയുന്ന ഈ കടലിൻ്റെ തീരത്ത് നിന്ന് എന്നെ നോക്കി കുഞ്ഞു മോനെ, കുഞ്ഞു മോളെ എന്ന് വിളിക്കുന്ന ഈശോയുടെ ആ സ്വരം കേൾക്കണം. ഹീസ് ഓൾവേസ് ദെയർ. അവൻ്റെ പ്രസൻസ് നിന്നെ വിട്ടുപോയിട്ടില്ല. നിന്റെ സാമ്പത്തിക സ്ഥിതി നിന്നെ തകർത്ത് കളഞ്ഞാണ്. നിന്റെ ആരോഗ്യം ചിലപ്പോൾ നിന്നെ വിട്ടുപോയി കാണും. നിന്നെ ഒത്തിരി സ്നേഹിച്ച നിന്റെ പ്രിയപ്പെട്ടവരിപ്പോൾ മാറി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാകാം. ഇപ്പോഴും ഈശോയെ നീയും കൂടെ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ചങ്ക് പാടിപ്പോകുന്നുണ്ടാകും. പ്ലീസ് ബിലീവ്. ഈ ഇല്ലായ്മകളുടെ കടലിൽ, ആ കടലിൻ്റെ തീരത്ത് ഈശോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഈശോയുടെ ആ മൃദുല സ്വരം ഹൃദയത്തോട് കേൾക്കണം. കുഞ്ഞു മകനെ, കുഞ്ഞു മകളെ, നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്നോട് ഇതിപ്പോൾ ചോദിക്കുമ്പോൾ ഇനി നിനക്ക് എന്നാ ഞാൻ തരാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. ആ വിളി നീ കേൾക്കാൻ തയ്യാറാണോ? ആ വിളി നീ കേൾക്കാൻ തയ്യാറാണോ? മകനെ, മകളെ എന്നുള്ള ഈശോയുടെ വിളി, ആ വിളി കേൾക്കണമെങ്കിൽ യു ഷുഡ് ബിലീവ്. നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ചാൽ മാത്രം പോരല്ലോ. സ്നേഹത്തോടെയുള്ള ഈശോയുടെ വിളി സ്വീകരിക്കണമെങ്കിൽ നീയും ഈശോയെ സ്നേഹിക്കണം. നീ ഈശോയെ സ്നേഹിക്കണമെങ്കിൽ നീ ഈശോയെ നന്നായിട്ട് അറിയണം. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്ന ഒരാളായിട്ടല്ല, നീ ചോദിക്കുന്നതെല്ലാം അപ്പടി ചെയ്തു തരുന്ന ഒരാളായിട്ടല്ല, ഏറ്റവും പ്രധാനമായിട്ട് മറ്റാർക്കും ചെയ്തു തരാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ഇല്ലായ്മയുടെ ഈ കടൽ തീരത്ത് വന്ന് നിന്ന് നിന്നെ മോനെ, മോളെ എന്ന് വിളിക്കുന്ന ആ സ്നേഹത്തെ നീ അറിയണം, സ്നേഹിക്കണം, വിശ്വസിക്കണം. യോഹന്നാന്റെ ഈ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് ഇങ്ങനെ സ്വയം ഒരു വെറൈറ്റി രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ വെളിപ്പെടുത്തുമ്പോൾ ഇത് ആ സുവിശേഷത്തിന്റെ ആ ഒരു എപ്പിസോഡിൽ കാണുന്ന കുറച്ച് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ഈ ഒരു വർഷം, ഈ ഒരു മാസം, ഈ ഒരു ദിവസം, ഇന്ന് ഏത് സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴും ഈശോയ്ക്ക് വന്ന് പറയാനുള്ള സ്വരം അതാണ്. ബിലീവ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ മീൻ കാണുന്നില്ല, നീ ശൂന്യമായ വലയൊക്കെയാണ് കാണുന്നത്, ചിലപ്പോൾ ആടിയുലയുന്നൊരു വള്ളമായിരിക്കാം കാണുന്നത്, നോക്കത്താ ദൂരത്ത് തീരാത്ത ഒരു കടലായിരിക്കും നീ കാണുന്നത്. പക്ഷെ കടൽ തീരത്ത് നിൽക്കുന്ന എന്നെ നീ നോക്കാൻ, നീ എൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി, ആ സ്വരം നീ വിശ്വസിക്കാൻ വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി ഈശോ ആവശ്യപ്പെടുക. ഈ വചനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 21-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഒരു ശൂന്യതയുടെ, ഒരു എംപ്റ്റിനെസ്സിന്റെ ഒരു രാത്രി. അതിപ്പോൾ അവർക്കൊരു രാത്രിയാണെങ്കിൽ, കുറച്ച് മണിക്കൂറുകളാണെങ്കിൽ, നമ്മളിൽ പലർക്കും ചിലപ്പോൾ അത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വറുതിയായിരിക്കും, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു എംപ്റ്റിനെസ് ആയിരിക്കും, മാസങ്ങളോളം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നിരാശയായിരിക്കും, ഒരു ഡിപ്രഷൻ ആയിരിക്കും. എനിക്കൊന്നും കിട്ടുന്നില്ല, ഞാൻ പഠിച്ചു, എനിക്ക് റിസൾട്ട് വരുന്നില്ല, ഞാൻ അധ്വാനിച്ചു, എൻ്റെ സമയം മുഴുവൻ ഞാൻ ഇതിനുവേണ്ടി ഇറക്കി, എനിക്കൊന്നും കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരാതികൾ പറയരുതെന്ന് നമ്മൾ പറയുമ്പോഴും പരാതികൾ ഉയരട്ടെ. ആര് കൂടെ ഉണ്ടെന്ന് കരുതിക്കൊണ്ട്
നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഉണ്ട് എന്ന് വിചാരിച്ച് പരാതിപ്പെടുകയല്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല അവിടെ. പരാതിപ്പെടാം ആരുടെ മുമ്പിൽ? ഇവിടെ എവിടോ എൻ്റെ അടുത്ത് എന്നെ വിട്ടു പോവാതെ, എന്നെ അകന്ന് മാറി നിൽക്കാതെ, എന്നെ അകറ്റി മാറ്റി നിർത്താതെ ഹീസ് ഹിയർ, ഈശോ ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ അവനെ കൺമുമ്പിൽ കണ്ടില്ലെങ്കിലും ഈ പരാതി നമുക്ക് പറയാം. ഈശോയുടെ മക്കൾക്ക് ആ പരാതി പറയാം, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആ സ്വരം കേട്ടിട്ടാണ് ഈശോ ആ കടൽ തീരത്ത് നിൽക്കുന്നത്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഉഷസ്സായപ്പോൾ ഈശോ കടൽക്കരയിൽ വന്ന് നിന്നു, എന്നാൽ അത് ഈശോയാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. നേരം വെളുക്കാറായപ്പോഴാണ് ഈശോയുടെ ഒരു സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈശോ ആ സമയങ്ങളിലൊക്കെ കിടന്നുറങ്ങായിരുന്നു? ഈശോ ഈ രാത്രി മുഴുവൻ ഇവരെ കിടന്ന് കഷ്ടപ്പെടട്ടെ, നേരം വെളുക്കുമ്പോൾ അലാറമൊക്കെ വെച്ചിട്ട് പോയി കണ്ടേക്കാം എന്നാണോ വിചാരിക്കുന്നത്? അല്ല, അവരുടെ അധ്വാനം ഈശോ കാണുന്നുണ്ട്, അവരുടെ പരാതികൾ ഈശോ കേൾക്കുന്നുണ്ട്, അവർ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രാത്രി, കണ്ണിനെ കൂടുതൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അന്ധകാരത്തെയൊക്കെ ഈശോ നന്നായിട്ട് കാണുന്നുണ്ട്. ഉഷസ്സായപ്പോഴാണ് അവർക്ക് ഈശോയെ ശരിക്കും തിരിച്ചറിയാനൊക്കെ പറ്റുന്നത്. അടുത്ത നേരം വെളുക്കുന്ന സമയത്തും അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല. ആദ്യത്തെ ഒരു സ്റ്റേജിൽ അങ്ങനെയാണ്. അതായത് ഞാൻ എൻ്റെ കടത്തിലേക്കും, ഞാൻ എൻ്റെ രോഗത്തിലേക്കും, എന്നെ വേദനിപ്പിച്ചവരിലേക്കും, ഇല്ലായ്മയുടെ ഈ കടലിലേക്കും എത്ര ഇറക്കിയിട്ടും ശൂന്യമായി തന്നെ തിരിച്ചു കയറി വരുന്ന ഈ വലയിലേക്കും ഒക്കെ നോക്കുമ്പോൾ, എൻ്റെ കൂടെ അധ്വാനിക്കുന്ന ആളുകളിലേക്കും ഞാൻ നോക്കുമ്പോൾ, ഈ കടൽ തീരത്ത് നിൽക്കുന്ന ഈശോയെ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഉഷസ്സായാലും പ്രഭാതം പൊട്ടി വിളർന്നാലും ഈ സൂര്യവെളിച്ചം അടിച്ചാലും ചിലപ്പോൾ ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റാതെ പോകും. കാരണം എന്താണെന്നറിയോ? അപ്പോഴും എൻ്റെ നോട്ടം വള്ളത്തിലേക്കും വലയിലേക്കും എൻ്റെ കൂടെയുള്ളവരിലേക്കുമാണെങ്കിൽ, ശൂന്യതയിലേക്കാണെങ്കിൽ, എനിക്കൊരു ഉത്തരവും തരാത്ത ഈ കടലിലേക്കാണ് എൻ്റെ നോട്ടം എങ്കിൽ കടൽ തീരത്ത് നിൽക്കുന്ന ഈശോയെ കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ട ഈശോയുടെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് നോക്കേണ്ടത് നോട്ടം ഒന്ന് മാറ്റുക. നോക്കുക എന്നുള്ളതല്ലല്ലോ, നോട്ടം നമുക്കൊന്ന് മാറ്റാം. ഈ സങ്കടങ്ങളിലേക്ക്, ഇല്ലായ്മകളിലേക്കല്ല, ഈ ഇല്ലായ്മകളിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റുന്ന, എന്നോട് സംസാരിക്കാൻ പറ്റുന്ന, എനിക്ക് എൻ്റെ ഈ വല്ലായ്മകളെ, ഇല്ലായ്മകളെ ഒക്കെ നിറച്ചു തരാൻ പറ്റുന്ന ഈശോയിലേക്ക് നോക്കുക. കണ്ണ് തുറന്ന്, വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന്, സ്നേഹം കൊണ്ടുള്ളൊരു ഹൃദയം തുറന്ന്, ഈശോയുടെ ഒരു ആമേൻ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണ് തുറന്നാൽ ഉഷസാവേണ്ട ഈ അന്ധകാരത്തിലും ഈ കൂരാക്കുരുട്ടിലും ഈശോയുടെ പ്രസൻസ് നിനക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവർ കണ്ണ് തുറന്ന് നോക്കി. അത് ഈശോയാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. 5-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം. ഈശോയുടെ സ്വരം അവർ കേൾക്കുകയാണ്. കൺമുമ്പിൽ ഈശോയുടെ ഒരു പ്രസൻസ് കാണുന്നില്ലെങ്കിലും ഈശോയുടെ സ്വരം കേൾക്കുന്നു. നമുക്കൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നില്ലേ? പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ സംഭവിക്കുമോ എന്ന്. ഈശോ ശരിക്കും ഇവിടെയൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഈ സങ്കടങ്ങളിലൊക്കെ ഈസ് ഹി റിയലി ദേർ എന്നൊക്കെ ചോദിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യങ്ങളിലൊന്നാണ് വചനം വായിക്കുക. വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ കർമ്മലമലയേറ്റം ഇരുണ്ട രാത്രി എന്ന് പറഞ്ഞ സുന്ദരമായ ഒരു പുസ്തകമുണ്ട്. അവിടെ വിശുദ്ധ യോഹന്നാൻ ക്രൂസ്, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കൊന്നും പറയാൻ, ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞേക്കുക, ലോർഡ് ഐ എം ഹിയർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഈശോയെ. ഈ കടൽ തീരത്ത് അവരത് പറഞ്ഞില്ലെങ്കിലും ഈശോയ്ക്ക് അറിയാം, എൻ്റെ പ്രിയപ്പെട്ട മക്കള് അധ്വാനിക്കാണ്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഒറ്റയ്ക്കാണ്, ഈ കടലിൽ ഇവരൊറ്റയ്ക്കാണ്. കൂടെ പണിയെടുക്കാനുണ്ടാകാം, കൂടെ ഈ വിഷമങ്ങൾ പങ്കിടാൻ ആളുകളുണ്ടാകും. ബട്ട് ഇൻസൈഡ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയിൽ എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും ടോട്ടലി എലോൺ, നീ ഒറ്റയ്ക്കായി പോയി എന്നുള്ളത് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്താണ് ഈശോയുടെ വിളി, കുഞ്ഞു മക്കളെ. ഇന്ന് നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യേണ്ട എവിടെയാണെന്നറിയോ? നിങ്ങൾക്ക് ഈശോയെ കൺമുമ്പിൽ കാണാൻ പറ്റാത്തപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥം അതെടുത്ത് തുറന്ന് വായിക്കണം. നിങ്ങളുടെ വിശ്വാസം എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞു പോകുന്നു തോന്നിയാൽ, ഈശോയിലുള്ള പഴയ സ്നേഹം, ആ ഒരു തീക്ഷ്ണത പഴയതുപോലെ ഇല്ല എന്ന് തോന്നിയാൽ, ഈ സ്വരം കേൾക്കുന്നത് നിർത്തരുത്. കൺമുമ്പിൽ ഈശോയെ കണ്ടില്ലെങ്കിലും കാതുകളിൽ, ഹൃദയത്തിൽ അവിടുത്തെ സ്വരം കേട്ടുകൊണ്ടിരിക്കണം. അതിനുള്ള ഏറ്റവും നല്ല കാര്യമാണ് വചനം വായിക്കുക എന്നുള്ളത്. ആ വചനം വായിക്കുമ്പോഴാണ് എല്ലാവരും ചുറ്റും നിന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴും, ചിലപ്പോൾ ആളുകളൊന്നും നിങ്ങളോട് സംസാരിക്കാത്തപ്പോഴും, മോനെ, മോളെ, എൻ്റെ കൊച്ചെ എന്ന് പറഞ്ഞുള്ള ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റും. നിന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നറിയുമ്പോഴും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് നിന്റെ ഇല്ലായ്മ മനസ്സിലായിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് വചന വായനയിലാണ്. അവിടെ തീരുന്നില്ല. 6-ാമത്തെ വാക്കിങ്ങനെയാണ്. ഈശോ എന്നിട്ട് പറഞ്ഞു, ഇല്ല എന്ന് അവർ പറയുമ്പോൾ, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇല്ല എന്ന് നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുമോ?
അച്ഛനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾക്ക് വേണേൽ പറയാം, ഒരു നുണ പറയാം, അച്ഛൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്നോട് പറയാം, ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, അല്ല അച്ഛൻ ഹാപ്പിയാണ്. ഹാപ്പി അല്ല അച്ഛൻ, പ്രാർത്ഥിക്കണേ. നിങ്ങളത് എന്നോട് പറയണമെങ്കിൽ, നിങ്ങളുടെ കുറവ് നിങ്ങൾ എന്നോട് പറയണമെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം, അല്ലേ? ഞാനിപ്പോൾ എൻ്റെ ഒരു സങ്കടം എൻ്റെ ആത്മീയ ഗുരുവിനോട് പറയണമെങ്കിൽ എൻ്റെ ആത്മീയ ഗുരു ചില ചോദ്യങ്ങൾ ചോദിക്കണം. മോനെ, നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ? അച്ഛനിപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകണോ? ഞാനത് റിയലി എൻ്റെ സങ്കടം ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഞാൻ ആ വ്യക്തിയെ നന്നായിട്ട് വിശ്വസിക്കണം, അല്ലേ? ഒന്നും മറച്ചു വെക്കാതെ എനിക്കത് പറയാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയുടെ മുമ്പിൽ പരാതി പറയണമെങ്കിലും, നമുക്ക് ഈശോയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അവതരിപ്പിക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ഈശോയിൽ ഉറച്ച വിശ്വാസം വേണം. എൻ്റെ കയ്യിൽ ഇതില്ല, എൻ്റെ ഈശോയെ എൻ്റെ കയ്യിൽ ഇതില്ല, എനിക്കിതില്ല എന്ന് പറയണമെങ്കിലും വിശ്വാസം വേണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ പരാതിപ്പെടുന്നു, ഞാൻ വഴക്കുണ്ടാക്കുന്നു, എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയോ? അല്ല, ഈ പരാതിപ്പെടണമെങ്കിലും ഈശോയോട് വഴക്കുണ്ടാക്കണമെങ്കിൽ പോലും ഒരു വിശ്വാസം വേണം. നല്ല ബന്ധമുള്ളവർക്കേ വഴക്കുണ്ടാക്കാൻ പോലും പറ്റുള്ളൂ. നല്ല ബന്ധമുള്ള ഒരാൾക്കേ വിശ്വസിച്ച് ഒരു പരാതി, ഒരു സങ്കടം, ഒരു ഇല്ലായ്മ, ഒരു കുറവ് ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുമ്പസാരക്കൂടുകളിൽ പോയി മുട്ടുകൊത്തി നിന്ന് നമ്മുടെ ഏറ്റവും വലിയ കുറവുകളോ നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതകളോ പറയുന്നത് എന്തുകൊണ്ടാണ്? കുമ്പസാരക്കൂടിനെ, കൂദാശയെ, ഈശോയെ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ലേ? ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാപമോചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ലേ? അവരത് ഓപ്പണായിട്ട് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ആ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അവസ്ഥ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്താണ് ഈശോ പറയുന്നത് വലതുവശത്തേക്ക് നീക്കി വലയിടുക. പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ഈ വ്യാഖ്യാനങ്ങൾക്കപ്പുറം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒബേ ഹിം, ഈശോ പറയുന്നത് അനുസരിക്കുക. പരാതി പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈശോ പറയുന്നത് അനുസരിക്കണമെങ്കിലും എൻ്റെ ഉള്ളിലൊരു വിശ്വാസം വേണം. വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു, വചനം എഴുതുന്നു, പക്ഷെ ഇത് വിശ്വസിക്കണമെങ്കിലും ഈശോയെ ആദ്യം മുറുകെ പിടിക്കണം. ഈശോയുടെ വചനം വിശ്വസിക്കണമെങ്കിൽ പോലും ഈശോയെ തന്നെ നമ്മൾ മുറുകെ പിടിക്കണം. ഇല്ല എന്ന് പരാതികൾ മാത്രമല്ല, ഈശോ ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഈ വചനം കേട്ടത് അനുസരിക്കാനും കൂടെ നമ്മുടെ ഉള്ളിൽ വേണ്ട വിശ്വാസമാണ്. സോ നമ്മുടെ പ്രൈം ഫോക്കസ് ഇതാണ്, ബിലീവ്. ഈശോയിൽ വിശ്വസിക്കുക. ഈശോയിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈശോ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി റെഡിയാവുക. അവരനുസരിച്ചു. ബാക്കി ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾക്കറിയാം. വല കീറുവോളം വള്ളം നിറയുവോളം മത്സ്യം കിട്ടുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് 153 മത്സ്യങ്ങൾ. അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, ഈശോ അവതരിപ്പിക്കുകയാണ് 153 ഞാൻ ദൈവമാണ്, അനി എലോഹിം എന്നുള്ള ഹീബ്രു വാക്കിനെ കുറിച്ചൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഈ ഇല്ലായ്മകളിൽ ഇതെല്ലാം തരാൻ പറ്റുന്ന ദൈവം, ദ റിയൽ ഗോഡ് ഞാനാണ്, ബിലീവ് മീ. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഈശോ ഒരു അടയാളം കാണിക്കുകയാണ് ഈ 153 മത്സ്യങ്ങളിലൂടെ. അവർ വിശ്വസിക്കുകയോ അവരുടെ വല നിറയുകയോ വള്ളം നിറയുകയോ ചെയ്യുന്നതിനെ കുറിച്ചല്ല. ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന ഈ ശുശ്രൂഷയുടെ ഏറ്റവും കേന്ദ്രമായ വചനമാണ് 21-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. യോഹന്നാൻ, അങ്ങനെ പറയാൻ പാടില്ല, യോഹന്നാൻ അവതരിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. യോഹന്നാനാണെന്ന് നമുക്കറിയാം. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. ഈ ഒരു ശുശ്രൂഷയുടെ ഏറ്റവും കേന്ദ്രമായ വചനം ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. എൻ്റെ ഈ ഇല്ലായ്മകളിൽ എനിക്കെല്ലാം തന്ന ദൈവം എന്നല്ല, എന്നെ ഇത് മനസ്സിലാക്കുന്ന, എൻ്റെ വേദനയെ മനസ്സിലാക്കുന്ന ദൈവം എന്നല്ല. ഏതൊരു സാഹചര്യത്തിലും ഹീസ് ഹിയർ, അവൻ ഇവിടെ തന്നെയുണ്ട്. ഈശോ എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണെന്ന് എല്ലാ സാഹചര്യത്തിലും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസം വളർത്തിയെടുക്കുക. അതാണ് നമ്മുടെ ഈ ഒരു ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങളുടെ പ്രായം എന്ത് തന്നെ ആവട്ടെ, കൂടുതൽ യുവജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, അനിയത്തിമാരോട്, എൻ്റെ സമപ്രായക്കാരോട് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളതാണ്, നിങ്ങളുടെ ഇല്ലായ്മകളിൽ, നിങ്ങളുടെ ഡിപ്രഷനുകളിൽ, നിങ്ങളുടെ സങ്കടങ്ങളിൽ ഏറ്റവും 0 ലെവലിൽ നിൽക്കുകയാണെങ്കിലും ഇവിടെ വെച്ച് യോഹന്നാനെ പോലെ, ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ പോലെ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമെങ്കിൽ അത് കർത്താവാണ്. ഇറ്റ് ഈസ് ദ ലോർഡ്. എൻ്റെ ഈ ഇല്ലായ്മയെ കണ്ടതും ഈ ഇല്ലായ്മയെ നിറച്ചു തരാൻ പറ്റുന്നതും എൻ്റെ ഈ സങ്കടത്തിൽ നിന്ന്, ഈ സങ്കടക്കടലിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുന്നതും എൻ്റെ ഈശോയ്ക്കാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, വിശ്വാസം പ്രഖ്യാപിക്കാനും. ആ വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്നേഹം വേണം. ആ സ്നേഹം വളർത്തിയ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ എന്തും ആവട്ടെ, നിങ്ങളുടെ പ്രായം, സ്റ്റാറ്റസ്, സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെ ആവട്ടെ, അത് കർത്താവാണ്, ഇറ്റ് ഈസ് ദ ലോർഡ് എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമെങ്കിൽ ലൈഫ് മാറും, ലൈഫ് ഈശോ മാറ്റും.
ആ ഒരു വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാം, പ്രാർത്ഥിക്കാം. ഈശോയുള്ള ബന്ധം നമുക്ക് വളർത്തിയെടുക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് വിശ്വസിക്കാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്കൊരു നല്ല അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവ് നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ സമയത്തെ, നമ്മുടെ ഉദ്യമങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സ്നേഹം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.